സാവിത്രി രാവിലെ കുളി കഴിഞ്ഞ് കാർത്തുവിൻ്റെ അടുത്തെത്തി. അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. വല്യമ്മയുടെ കൈയിൻ്റെ തണുപ്പ് തട്ടിയതും കാർത്തു കണ്ണുകൾ മെല്ലെ തുറന്നു. ഈശ്വരാ, എൻ്റെ കുഞ്ഞിൻ്റെ പനി കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പനിച്ച് തുള്ളുകയായിരുന്നു. സാവിത്രി സമാധാനത്തോടെ പറഞ്ഞ് കാർത്തുവിൻ്റെ തലയിൽ തലോടി അവളെ ചേർന്ന് ഇരുന്നു. വല്യമ്മയുടെ കുഞ്ഞിന് വല്യമ്മ അധികം പരിചയമൊന്നും കാണില്ല. നിങ്ങളുടെ അച്ഛന് അതിഷ്ടവുമായിരുന്നില്ലല്ലോ. എന്നാലും എൻ്റെ കുഞ്ഞിന് വല്യമ്മ അമ്മക്ക് തുല്യമാണ്. അമ്മയെ കാണുന്നത് പോലെ വല്യമ്മയെയും കാണണം. എന്തുണ്ടെങ്കിലും പറയണം. പെട്ടെന്നാണ് കാർത്തികേയൻ്റെ ശബ്ദം ഉയർന്നത്. കാർത്തു പേടിയോടെ വല്യമ്മയെ കെട്ടിപ്പിടിച്ചു. എന്താ ഇവിടെ, ഭക്ഷണമൊന്നുമില്ലേ? എൻ്റെ പണം കൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഒറ്റ എണ്ണത്തിനും എൻ്റെ കാര്യം നോക്കാൻ നേരമില്ല. അയാൾ അട്ടഹസിക്കുകയാണ്. എന്തെങ്കിലും കുടിക്കാൻ വേണോ, കഴിക്കാൻ വേണോ എന്നൊന്നും ചോദിക്കാൻ ആർക്കും സമയമില്ല. വല്യമ്മ, അച്ഛൻ്റെ ശബ്ദം എനിക്ക് പേടിയാണ്. എൻ്റെ അമ്മയും എത്ര പേടിച്ചിട്ടുണ്ടാകും. അതും പറഞ്ഞ് അവൾ വിതുമ്പിക്കരഞ്ഞു. രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ് കാർത്തികും സാവിത്രിയും. അടുത്ത് പ്രിയയുമുണ്ട്. കാർത്തുവിനെ ഓർത്ത് വല്യമ്മ വിഷമിക്കരുത്. എൻ്റെ മോൻ ആരുവിനെ പോലെ കാർത്തുവും എൻ്റെ കുഞ്ഞാണ്. രണ്ടാളും എനിക്കൊരുപോലെയാണ്. അവർ കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കാർത്തികേയൻ്റെ വരവ്. ആഹാ, വിഭവസമൃദ്ധമായ ഭക്ഷണം എല്ലാം ഉണ്ടല്ലോ. അല്ല, രാകേഷ് ഇപ്പോൾ എന്തു ചെയ്യുന്നു? അത് അവൻ ഒരു ഓഫീസിൽ ജോലിയുണ്ട്. ഓ, വല്ല വാച്ച്മാനോ മറ്റോ അല്ലേ? ഒരു കാര്യത്തിൽ നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിനെ സമ്മതിക്കണം. അമ്മയെയും മകനെയും ഇങ്ങനെ ദാരിദ്ര്യത്തിലാക്കിയിട്ട്. അയാൾ നിർത്തി. വല്ല സഹായവും മറ്റും വേണമെങ്കിൽ പറയണം. പാവങ്ങളെ സഹായിക്കുന്ന ലിസ്റ്റിൽ നിങ്ങളുടെയും കൂട്ടാമല്ലോ. അടുത്തിരുന്ന കാർത്തിക് മുഖം ഒന്ന് തുടച്ച് തല താഴ്ത്തിയിരുന്നു. ഇത്രയും കേൾക്കാൻ വയ്യ എന്ന പോലെ സാവിത്രിയുടെ കണ്ണുകൾ അടുത്തിരുന്ന പ്രിയയിലേക്ക് നീണ്ടു. അവളും എന്തു പറയണം എന്നറിയാതെ അവരെ നോക്കി. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ചന്ദ്രികയോട് പറഞ്ഞിട്ട് തിന്നാൻ ആഗ്രഹമുള്ളതെല്ലാം കൊണ്ടുപോയിക്കോളൂ. നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ടാവാനാണ്, അരിയും പച്ചക്കറിയുമല്ലാതെ. അതും പറഞ്ഞ് കാർത്തികേയൻ നടന്നു നീങ്ങി. സാവിത്രി സങ്കടത്തോടെ തല താഴ്ത്തിയിരുന്നു. വല്യമ്മ സങ്കടപ്പെടാതെ. അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, വല്യമ്മക്ക് അറിയുന്നതല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അനുവാദമില്ലാതെ ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന്. കാർത്തികേയൻ രാധികയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അച്ഛാ, ദൈവത്തെ ഓർത്ത് അമ്മയെ ഒന്നും ചെയ്യല്ലേ. ഞാൻ നിർബന്ധിച്ചിട്ടാണ്. അയ്യേയോ, ഒന്നും ചെയ്യല്ലേ അച്ഛാ. അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. കാർത്തുവിൻ്റെ നിലവിളി കേട്ടുകൊണ്ടാണ് അടുത്ത് കിടന്നിരുന്ന സാവിത്രിയും എഴുന്നേറ്റത്. അമ്മ, അമ്മ. അവൾ സ്വബോധത്തിൽ വരാതെ നിലവിളിച്ചു കൊണ്ടിരുന്നു. എന്താ മോളെ? സാവിത്രി അവളെ ചേർത്ത് പിടിച്ചു. അമ്മ, എൻ്റെ അമ്മയെ അച്ഛൻ അടിക്കുന്നു. അതാ അവിടെ എൻ്റെ അമ്മയെ അച്ഛൻ അടിക്കുന്നു. അവൾ അമ്മയുടെ മുറിയിലേക്ക് വിരൽ ചൂണ്ടി വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എൻ്റെ അമ്മയെ രക്ഷിക്ക്, വേഗം പോയി എൻ്റെ അമ്മയെ രക്ഷിക്ക്. അവൾ വല്യമ്മയോട് അങ്ങോട്ട് തള്ളിക്കൊണ്ടിരുന്നു. രാത്രി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു. ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് അവൾക്ക് നൽകി. അവൾ ആർത്തിയോടെ മുഴുവനും കുടിച്ചു. സാവിത്രി അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. എല്ലാം ശരിയാകും, എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിച്ചു ഉറങ്ങും. സാവിത്രി സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. വല്യമ്മ, എൻ്റെ അമ്മയുടെ കൊലപാതകി എൻ്റെ അച്ഛനാണ്. സാവിത്രി നടുങ്ങിപ്പോയി. കേട്ടത് വിശ്വസിക്കാനാവാതെ കാർത്തുവിനെ തന്നെ നോക്കിയിരുന്നു. കാർത്തു പൊട്ടി കരയുകയാണ്. എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വല്യമ്മ. ഏട്ടൻക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തെറ്റ് എൻ്റെ അടുത്താണ്. ഞാനാണ് എൻ്റെ അമ്മയെ നിർബന്ധിച്ച് കൊണ്ടുപോയത്. എൻ്റേതാണ് തെറ്റ്. ഞാനാണ് തെറ്റ് ചെയ്തത് വല്യമ്മ. എൻ്റെ അമ്മ. അവൾ അന്ന് നടന്നതെല്ലാം ഓർത്തെടുത്ത് പറയുകയാണ്. എൻ്റെ ഫ്രണ്ട് ലക്ഷ്മി ക്ലാസ്സിൽ വന്നിട്ട് ഒരാഴ്ചയായി അമ്മ. അവൾക്ക് ടൈഫോയിഡ് ആയിട്ട് റെസ്റ്റിലാണ്. അവൾ ഫോൺ ചെയ്തു അമ്മ നോട്ട്സ് എത്തിച്ചു കൊടുക്കാൻ. ഗോപാലേട്ടൻ്റെ കൂടെ പോയി നോട്ട്സ് കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. കാർത്തു, ഡ്രൈവറുടെ കൂടെ നീ ഒറ്റയ്ക്ക് പോയെന്നറിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയും. എന്നാ അമ്മ കൂടി വാ പ്ലീസ്. അവൾ അമ്മയുടെ താടി പിടിച്ചു കൊഞ്ചിച്ചു. 5 മിനിറ്റിൽ ഡ്രൈവിംഗ് ഉള്ളൂ. 15 മിനിറ്റിനുള്ളിൽ നമുക്ക് തിരിച്ചു വരാം. അച്ഛൻ അറിഞ്ഞാൽ ദേഷ്യപ്പെടും കാർത്തു. അമ്മയുടെ കുഞ്ഞ്, ഏട്ടൻ വന്നിട്ട് പോയിക്കോ. അമ്മ, ഏട്ടൻ ഏട്ടത്തിയുടെ വീട്ടിൽ നിന്നും വരാൻ വൈകും. പ്ലീസ് അമ്മ, പെട്ടെന്ന് വരാം. കാത്തോ, എനിക്ക് ഒരുപാട് ജോലി ഇരിക്കുന്നു. ഉച്ചത്തേക്ക് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയില്ലേ അമ്മ? ഇനി രാത്രിയും ഉണ്ടാക്കേണ്ട ആവശ്യമെന്താ? അവൾ കുറുമ്പോടെ പറഞ്ഞു. അച്ഛൻ നമുക്ക് ഇതെല്ലാം ഒരുക്കി തന്നില്ലേ, അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഓ ശരി, എൻ്റെ അമ്മ വാ, പെട്ടെന്ന് വരാം. അവൾ ചുളുങ്ങിക്കൊണ്ടിരുന്നു. ശരി, വാ പോകാം. വല്യമ്മ, എൻ്റെ അമ്മ. അവൾ വല്യമ്മയെ കെട്ടിപ്പിടിച്ചു. അവൾ വീണ്ടും ഓർത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാധിക,
കാർത്തികേയൻ അലറിക്കൊണ്ട് അകത്തളത്തിലെത്തി. ആ നിങ്ങൾ വന്നോ, ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ നിന്ന രാധികയെ അയാൾ തടഞ്ഞു നിർത്തി അട്ടഹസിച്ചു. എന്നോട് ചോദിക്കാതെ നീയും നിന്റെ മോളും ഇന്ന് എവിടെ പോയി? ചോദിച്ചുകൊണ്ട് അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. ശബ്ദം കേട്ടു കാർത്തു ഓടിയെത്തി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന്? എന്നിട്ട് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിനക്ക് ഇവിടെ എന്തിൻ്റെ കുറവാ? അയാൾ രാധികയെ അടിക്കാനായി വീണ്ടും കൈ ഉയർത്തിയതും കാർത്തു ഇടയിൽ കയറി. അച്ഛാ, ദൈവത്തെ ഓർത്തമ്മയെ തല്ലല്ലേ. ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ പുറത്തിറങ്ങിയത്, എൻ്റെ കൂട്ടുകാരിക്ക് നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അകത്തേക്ക് പോലും കയറിയിട്ടില്ല അച്ഛാ, പുറത്തു നിന്ന് കൊടുത്തു. പെട്ടെന്ന് തിരിച്ചു പോന്നു. അവൾ പേടിച്ചരണ്ട് കാര്യം പറഞ്ഞു. അയാൾ അതിലൊന്നും അല്പം പോലും ശ്രദ്ധ കൊടുക്കുന്നില്ല. രാധികയെ ഉപദ്രവിക്കാനായി കച്ച കെട്ടി ഇറങ്ങിയതുപോലെ കാത്തുവിനെ പിടിച്ച് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അച്ഛാ, ദൈവത്തെ ഓർത്ത് അമ്മയെ തല്ലല്ലേ, എന്നെ തല്ലിക്കോ, അമ്മയെ തല്ലല്ലേ അച്ഛാ. അയാൾ കാത്തുവിനെ വലിച്ച് സൈഡിലേക്കിട്ട് രാധികയെ ആഞ്ഞടിച്ചു. അവൾ തെറിച്ച് വീണ് ചുമരിൽ ചെന്ന് തലയിടിച്ചു. പൈപ്പ് തുറന്നു വിട്ട പോലെ തറയിൽ ചോര ഒഴുകുകയാണ്. കാർത്തു അച്ഛനെ തട്ടി മാറ്റി അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവ അമ്മയെ വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും രാധികയുടെ ബോധം മറഞ്ഞിരുന്നു. കാർത്തികും പ്രിയയും കാറും നിർത്തി അകത്തേക്ക് കയറി വരുമ്പോഴാണ് വീടിൻ്റെ ഉള്ളിൽ നിന്നും ശബ്ദം കേൾക്കുന്നത്. അവർ അകത്തളത്തിലേക്ക് ഓടിയെത്തി. നിലത്ത് ചോരയിൽ കിടക്കുന്ന തൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. അമ്മ, എന്താ ഇവിടെ ഉണ്ടായത്? കാർത്തിക് അന്താളിപ്പോടെ ചുറ്റും നോക്കി. കാർത്തികേയൻ ആകെ ഒന്ന് വിയർത്തു. പിന്നെ ഗൗരവ് മുഖത്തണിഞ്ഞ് പറഞ്ഞു, അവളെ എടുത്ത് കട്ടിലേക്ക് കിടത്ത്, അവൾ അഭിനയിക്കുവാണ്. അതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. കട്ടിൽ കിടത്തുമ്പോഴേക്കും അവളുടെ ജീവൻ പോയിരുന്നു. കാർത്തിക് വലിയ വായിൽ കരഞ്ഞു. നിങ്ങൾ എന്താ ചെയ്തത്? എൻ്റെ അമ്മയെ നിങ്ങൾ കൊന്നു കളഞ്ഞു. എന്തിനു വേണ്ടി എൻ്റെ അമ്മയെ കൊന്നു? അവൻ കരിച്ചിലിനിടയിലും ചോദിച്ചു കൊണ്ടേയിരുന്നു. കാർത്തികേയൻ അവനെ ദേഷ്യത്തോടെ നോക്കി. എന്ത് വിഡ്ഢിത്തമാ നീ പറയുന്നത്? ബോധത്തോടെ സംസാരിക്കുക കാർത്തിക്. നിങ്ങൾ എൻ്റെ അമ്മയെ കൊന്നു. അവൻ വീണ്ടും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കേട്ട് കാർത്തുവും പ്രിയയും ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. നിന്റെ അമ്മയുടെ തലയിൽ മുറിവ് വന്നു, മരിച്ചുപോയി. അവളുടെ ആയുസ് ഇത്രയേ ഉള്ളൂ. അവളുടെ മരണം ദൈവം എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? അയാൾ തൻ്റെ ഭാഗം ക്ലിയർ ആക്കുകയാണ്. നിങ്ങളാണ് എൻ്റെ അമ്മയെ, അവൻ കരച്ചിലിനിടയിലും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താ നീ പറയുന്നത്? ഒന്നുകൂടെ പറയേ. അയാൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് കാർത്തികിൻ്റെ അടുത്തേക്ക് വന്നു. പ്രിയ ഓടി വന്ന് അച്ഛനെ തടഞ്ഞു. അച്ഛൻ പറയുന്നത് ശരിയാണ്, അമ്മ വീണ് മരിച്ചതാണ്. എൻ്റെ ചിലവിൽ ജീവിച്ചിട്ട് എനിക്കെതിരെ സംസാരിക്കുന്നോ? നന്ദി കെട്ട നായേ, നിർത്ത്. ശവമടക്കിനുള്ള കാര്യങ്ങൾ ചെയ്യ്. പ്രിയ, നിൻ്റെ അമ്മയെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്ക്. ഞാൻ വേണ്ടപ്പെട്ടവരെ വിളിച്ച് പറയട്ടെ. ഇവിടെ നമ്മൾ 4 പേരേ ഇന്നുള്ളൂ. ഇന്ന് ഇവിടെ കഴിഞ്ഞു പോയത് നമ്മൾ 4 ആളല്ലാതെ മറ്റൊരാൾ അറിയാൻ പാടില്ല. മനസ്സിലായല്ലോ? അയാൾ താക്കീതോടെ 3 പേരെയും നോക്കി. യാതൊരു പശ്ചാത്താപവും കൂടാതെ അവിടെ നിന്ന് നടന്നുപോയി.